ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ എല്ലാവരും ഇതാ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഓണം എല്ലാവരും കളറായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓണസദ്യ എല്ലാം കഴിച്ചു, ഓണപ്പൂക്കൾ എല്ലാവരും ഇട്ടിട്ടുണ്ടാവും. അതുപോലെ ഓണക്കോടിയൊക്കെ എടുത്ത് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ആഹ്ലാദിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പം ആലോചിക്കുന്നത് എന്താ, അയ്യോ ദാ വെക്കേഷൻ കഴിയാറായല്ലോ, ഓണം വെക്കേഷൻ കഴിയാറായല്ലോ, ഇനിയിപ്പോൾ ക്ലാസ്സിൽ പോകണ്ടേ എന്നൊക്കെ ആലോചിച്ച് ചിലവരെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. ചിലവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മുടെ കൂട്ടുകാരനെയൊക്കെ വീട്ടിൽ കാണാൻ പറ്റൂലോ, ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആരുടെ അടുത്ത് പറയണം, നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയണല്ലേ. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് അതിന് ത്രില്ലിൽ ഉണ്ടായിരിക്കും. കുറച്ച് മക്കൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലേ, അയ്യോ ഞാൻ ഓണത്തിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓണം എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താവോ എന്തോ, മാർക്കൊക്കെ പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും മിസ്സ്, പിന്നെ മാർക്ക് കിട്ടുമ്പോൾ എന്താവും, അയ്യോ ഫുള്ള് കിട്ടുമോ അതോ മാർക്ക് കുറയോ, ടീച്ചർ വഴക്ക് പറയുമോ, അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയുമോ, അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മിസ്സ് ഇപ്പോൾ പറയാൻ പോകുന്ന അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓണം എക്സാം ഒക്കെ നമ്മുടെ എക്സാം ഇന്നർ ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിച്ച് തകർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈമാണ് അല്ലേ. എക്സാം ഒക്കെ കഴിഞ്ഞു, നമ്മൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് വരും അല്ലേ. ഇപ്പോൾ നമ്മൾ എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് പേപ്പറൊക്കെ കിട്ടും. അപ്പോൾ എന്താ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ വിളിക്കും അല്ലേ, ഇന്ന കുട്ടിക്ക് എന്തുണ്ട്, ഫസ്റ്റ് ഉണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മുടെ എക്സാമിൻ്റെ മക്കൾക്ക് എന്തായാലും ഫുൾ ഉണ്ടാവും. പക്ഷേ എന്താണ്, കുറച്ച് പേർക്കൊക്കെ ഫുൾ ഉണ്ടായിരിക്കും. ചിലവർക്ക് എന്താണ് പ്രതീക്ഷ അത്ര മാർക്ക് ഉണ്ടാവില്ല, ചിലവർക്ക് പ്രതീക്ഷ അത്ര മാർക്ക് കിട്ടില്ല, പിന്നെ എത്ര ട്രൈ ചെയ്തിട്ടും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റാത്ത മക്കളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുറേ പേർക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യും, ഓണം എക്സാം എനിക്ക് നല്ലപോലെ എഴുതാൻ പറ്റിയില്ല, എനിക്ക് മാർക്ക് കിട്ടില്ല, ഞാൻ വിചാരിച്ച മാർക്ക് ഒന്നും എനിക്ക് കിട്ടില്ല, എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു, ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടിയില്ല, ആ പ്രോബ്ലം തെറ്റിപ്പോയി, ഇവിടെ പ്ലസ് ഇടേണ്ട അടുത്ത് മൈനസ് ഇട്ടു, അങ്ങനെ എല്ലാം അല്ലേ. ഇങ്ങനെ എക്സാം ഒക്കെ കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ അതേ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താവും എന്തോ, മാർക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ മക്കളെ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ എന്താണ്, നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ, നമ്മുടെ ഈ പുതിയ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ഒരു എക്സാമാണ് നമുക്ക് കഴിഞ്ഞില്ലേ, നമ്മുടെ ഓണപ്പരീക്ഷ. അപ്പോൾ അത് ആദ്യത്തെ ഒരു എക്സാമാണ് നമുക്ക്, അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് എക്സാം ആണ് അല്ലേ. നമ്മളിപ്പോൾ ഞങ്ങളൊരു ക്ലാസ്സിലേക്ക്, പുതിയ ക്ലാസ്സിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ആ ടീച്ചർ പറഞ്ഞ് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ അറിയാനായിട്ടുള്ള ഒരു കുഞ്ഞു പരീക്ഷ അല്ലെ, ഒരു കുഞ്ഞു പരീക്ഷണമാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ ഉണ്ടാവും കേട്ടോ. അവരെന്താണ് ഇങ്ങനെ ആഹ്ലാദിച്ച് നടക്കുന്നുണ്ടായിരിക്കും, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോഴേ ഇരിക്കുന്നവരുണ്ടായിരിക്കും. നമ്മുടെ എക്സാം വിന്നറിൻ്റെ എല്ലാ ലൈവ് ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സസുകളും എല്ലാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് എക്സാമിന് ഫുള്ള് മാർക്ക് വാങ്ങാൻ പോകുന്ന മക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അതേപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക എന്നാണ്. ഇതേപോലെ നമുക്ക് ഇനി ഓണപരീക്ഷ കഴിഞ്ഞു, ഇനി ക്രിസ്മസ് എക്സാം വരും, അത് കഴിഞ്ഞ് നമുക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും, പിന്നെ വാർഷിക പരീക്ഷ, പബ്ലിക് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എയിം അല്ലേ. ഇപ്പോൾ ഈ ഓണപരീക്ഷ മാത്രമല്ല, നമുക്ക് പബ്ലിക് എക്സാം ആണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ്, ഇപ്പം നല്ല മാർക്ക് വാങ്ങിയ എല്ലാ മക്കൾക്കും നല്ലൊരു കൺഗ്രാറ്റ്സ്. എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കുക. എക്സാമിൻ്റെ ഫാമിലിയുടെ എല്ലാ ലൈവുകളും കണ്ട് ഇതുപോലെ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയുള്ള എല്ലാ എക്സാമിനും മക്കൾക്ക് എന്തായിരിക്കും, ഫുൾ മാർക്ക് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എക്സാം എഴുതാൻ പറ്റാത്തവരുണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വയ്യായോ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്ന എക്സാമിന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, ചിലർക്ക് പഠിച്ചിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നല്ലപോലെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഓർമ്മ വന്നിട്ടുണ്ടാവില്ല, നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. സ്വാഭാവികമാണ്, അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പം മിസ്സിനായാലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ചിലപ്പോൾ എക്സാം ഹാളിൽ പോയിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, മാർക്ക് കിട്ടില്ല, ഓർമ്മ വരുന്നില്ല, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് എല്ലാവർക്കും അങ്ങനെ വരുന്നത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ അല്ലേ, എക്സാം ആവുന്ന ആ ഒരാഴ്ച നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കര ആവശ്യമാണ്. ആ സമയത്ത് നമ്മൾ അവിടുന്ന് എല്ലായിടത്തും എന്ത് ചെയ്യും, ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. നമുക്ക് എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്നൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവില്ല. കിട്ടുന്നതൊക്കെ നമ്മൾ വായിച്ചിങ്ങനെ പഠിക്കും. നമ്മുടെ തലയിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള സാധനം എടുത്ത് എഴുതുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ടാസ്ക് ഒക്കെ ആയിട്ട് തോന്നാം. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പം ഈ സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ, ഞാൻ കുറച്ച് കൂടുതൽ സമയം കളിച്ചു നടന്നു, അപ്പം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇനി അടുത്ത തവണ അങ്ങനെ
ഇങ്ങനെയായാൽ പോരാ അല്ലേ. ഓണം എക്സാമോ ഇങ്ങനെയായി കഴിഞ്ഞു, ഓണം എക്സാം കഴിഞ്ഞു, അതിൻ്റെ മാർക്ക് ഇനിയിപ്പോൾ ഇതാ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, അടുത്ത ഒരു പരീക്ഷയ്ക്ക് ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് ആർക്ക് കാണിച്ചു കൊടുക്കണം, നമ്മുടെ പാരൻസിന് കാണിച്ചു കൊടുക്കണം അല്ലേ. ഇപ്പം ഇത് പോയത് പോട്ടെ, നിങ്ങൾ അതിന് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വരുന്നുണ്ട് നമുക്ക് എക്സാം അല്ലേ. അപ്പോൾ ആ എക്സാമിന് എന്ത് ചെയ്യണം, നമുക്ക് നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് ആ ഒരാഴ്ച പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതിയോ? അല്ല. നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളിനി എക്സാം ഇന്ന ഫാമിലി വീണ്ടും എന്താ നമ്മളെ ക്ലാസ്സുകളൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാരത്തോൺസ് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഓരോ പാർട്ട് വൈസ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ പോകുമ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ക്ലാസ്സിൽ വരുന്ന വീഡിയോസ് പ്രോപ്പറായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക തന്നെ വേണം. അന്നന്ന് എടുക്കുന്ന അന്നന്ന് തന്നെ പഠിച്ചു പോവുക. ഇപ്പോൾ ഓണം വെക്കേഷൻ നിങ്ങൾ കുറേ സമയം കളിച്ച് നടന്നിട്ടുണ്ടാവും, കുറച്ച് മാത്രമേ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുള്ളൂ. ഇനി എന്താണ്, നമ്മൾ കളി കുറച്ച് മാറ്റി വെച്ച് കുറച്ച് സമയം കളിക്കുക, കൂടുതൽ സമയം പഠിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓണം എക്സാമിന് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കണം. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് അതായിരിക്കണം. ഈ എക്സാം ഇങ്ങനെയായി, അപ്പം അതിനൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. അടുത്ത എക്സാം നമ്മുടെ എക്സാം ഇന്ന ഫാമിലി മക്കളുടെ കൂടെ ഇന്ന് മാത്രമല്ല, ഈ ഓണം എക്സാമിന് മാത്രമല്ല, എപ്പോഴും ഈ ഒരു അധ്യയന വർഷം ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും നമ്മൾ എന്താണ്, നമ്മുടെ എക്സാം ഇന്ന ഫാമിലി മക്കളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ടെൻഷനേ വേണ്ട. എന്താണ്, ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം ഇന്ന ഫാമിലിയുടെ കൂടെ നമ്മുടെ മിസ്സുമാർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മക്കൾ എല്ലാ ടെൻഷനും മാറ്റിവെക്കുക. അടുത്ത ഒരു എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. അപ്പം അതിനു വേണ്ടി ആ മക്കൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യണം, ഓണം എക്സാം കഴിഞ്ഞ് നമ്മൾ ഇനി എന്ത് ചെയ്യും, ഞാൻ ഇനി പഠിക്കും, ഞാൻ ഇനി നന്നായി പഠിക്കും. എന്താണ്, കൃത്യമായിട്ട് ഓരോ ദിവസം ഞാൻ ഇത്ര സമയം പഠിച്ച് അവസാനം ഞാൻ എന്ത് ചെയ്യും, ഫുൾ മാർക്ക് വാങ്ങും എന്നുള്ള ആ ഒരു ഉറച്ച ലക്ഷ്യബോധത്തോടു കൂടി വേണം നമ്മൾ ഇനി എന്ത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ ക്ലാസ്സുകളിലേക്ക് പോകാനായിട്ട് നമുക്കും എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിലെ സ്റ്റാർസ് ആയിട്ട്, ഷൈനിങ് സ്റ്റാർസ് ആയിട്ട് മാറണം. ഓണ പരീക്ഷയ്ക്ക് നമുക്ക് ആവാൻ പറ്റിയില്ലെങ്കിൽ എന്താ മക്കളെ, നമുക്ക് മുന്നിൽ ഇനി കിടക്കല്ലേ ഒരുപാട് എക്സാംസ്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഈ എക്സാമിന് അല്ലെങ്കിൽ അടുത്ത എക്സാമിന് നമ്മൾ എന്താണ്, ഉറപ്പായും നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും മക്കളെ കിട്ടിയിരിക്കും. നമുക്കറിയാം നമ്മുടെ മുയലിൻ്റെയും ആമയുടെയും കഥ അല്ലേ. നമ്മൾ പകുതിക്ക് വെച്ച് നമ്മുടെ മുയൽ ഉറങ്ങിപ്പോയതുപോലെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് പ്രതീക്ഷിക്കുന്ന വിജയം കിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എത്ര പഠിക്കുന്നവരായാലും നമ്മൾ എന്ത് ചെയ്യണം, അവസാനം വരെ ഇതേ ഊർജ്ജത്തോടും ഇതേ ഉത്സാഹത്തോടും കൂടി പഠിക്കണം അല്ലേ. അപ്പോൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, മക്കള് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി മൈൻഡൊക്കെ സെറ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓണമൊക്കെ എക്സാം, ഓണം വെക്കേഷനൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഒരാളെ ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ വിജയം പരാജയം എന്ന് പറയുന്നത് ഈ ഓണം എക്സാമിൽ മാത്രമല്ല കേട്ടോ. നമ്മുടെ നമ്മൾ വിജയം എന്ന് പറയുന്നത് വിജയിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ വിജയം കണ്ടിന്യൂ ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ സങ്കടം ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ മുന്നിൽ ഇനി അവസരങ്ങളുണ്ട്. നിങ്ങൾ നന്നായി പഠിക്കുന്ന മക്കളാണെന്ന് തെളിയിക്കാൻ ഇനിയും നിങ്ങൾക്ക് ചാൻസ് കിട്ടും. അപ്പോൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ എക്സാം എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ മാർക്കൊക്കെ വാങ്ങാം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ഇനി നമ്മുടെ എക്സാം വിന്നർ ഫാമിലിയുടെ ഒപ്പം എന്താണ് പഠിക്കാനായിട്ട് റെഡി ആവുക കേട്ടോ.